കഴിഞ്ഞ ദിവസം കീഴല്ലൂർ പഞ്ചായത്തിലെ കാരയിൽ കനാൽ പൊട്ടി ഈ കാണുന്ന വീട് ഉൾപ്പെടെയുള്ള വീടുകളായിരുന്നു വെള്ളത്തിനടിയിലായത്. നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഏകദേശം ഈ വീടിന്റെ കിണറിനേക്കാൾ ഹൈറ്റിലൊക്കെ വെള്ളം ഇന്നലെ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തേക്ക് വരാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. വീടിന്റെ ഗൃഹനാഥനാണ് ഉത്തമേട്ടൻ. ഉത്തമേട്ടൻ എന്തായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്? അത് രാത്രി നമ്മൾ കിടന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ അറിയുന്നത്. വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഈ മുറ്റത്ത് ഇവിടം വരെ വെള്ളം കയറി. പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനുള്ള ഫയല് മറ്റുള്ള പിന്നെ പ്രധാനപ്പെട്ട രേഖകൾ പിന്നെ മേലെ 2ാം നിലയിലെത്തിച്ച് അപ്പോൾ നമ്മൾ ഇതുവഴി പുറകു വശത്ത് രക്ഷപ്പെടുന്നത്. വീടിനുള്ളിലുള്ള സാധനങ്ങളുടെ അവസ്ഥ എന്താണ്? വീട്ടുപകരണങ്ങളൊക്കെ ഇപ്പം വീട്ടുപകരണങ്ങൾ പിടിച്ച് എല്ലാം പിന്നെ പോയിട്ടുണ്ട്. കട്ടില് എല്ലാം പോയിട്ടുണ്ട്. ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങള് വണ്ടിയാണ് ഓട്ടോറിക്ഷ കാറും വെള്ളത്തിന് അടിയിലായി വെള്ളം കയറി. നിങ്ങൾ ഓട്ടോറിക്ഷ എടുക്കലാണെന്നത്? എന്താണ് ഇനിയുള്ള അവസ്ഥ? അങ്ങോട്ട് ഇലക്ട്രിക് വണ്ടിയാണ്, മറ്റേതുകൊണ്ട് ഇതിപ്പോ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ എപ്പോഴാണ് ശരിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല. കമ്പനിയിൽ വിളിച്ചിട്ട് അവര് എന്താ പറയുന്നതെന്ന് അറിയില്ല. ഇനിയിപ്പോ അതുവരെ നമുക്കിപ്പം ജോലിയൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. ഇന്നലെ മന്ത്രിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോടുള്ള ഈ അവസ്ഥയൊക്കെ പറഞ്ഞായിരുന്നു. നമുക്ക് ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്ക് തൽക്കാലം താമസിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് മാറ്റും. എന്താണ് ഇപ്പൊ ഇന്നലെ വരെ നമ്മൾ വേറെ ചേട്ടന്റെ വീട്ടിലേക്കാണ്. ഇന്നിപ്പം വന്ന് എല്ലാം ക്ലീൻ ചെയ്ത് ഇനി താമസിക്കാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല. ഇതാണ് ഈ മേഖലയിലുള്ള ദൃശ്യങ്ങൾ. പ്രത്യേകിച്ച് നമുക്കിവിടെ കാണാമോ, ഇദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇദ്ദേഹത്തിന്റെ ഏക ഉപജീവന മാർഗമാണ് ഇപ്പോൾ ചളിയിൽ പൂർണ്ണമായും അകന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം ഇന്നലെ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. ഈ വാഹനങ്ങളൊന്നും നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ ചളിയൊക്കെ വണ്ടിയുടെ ഉള്ളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ഉപജീവന മാർഗം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. വീട്ടിലുള്ള വീട്ടുപകരണങ്ങൾ, പ്രത്യേകിച്ച് കിടക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാത്തൊരു രീതിയിലേക്ക് അത് മാറുന്നു എന്നുള്ളത് ഏറെ ആശങ്ക സൃഷ്ടിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു അപകടം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഏകദേശം ഇന്നലെ തന്നെ നമ്മളെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്നപ്പോൾ പറയുന്നു, 6 പതിറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച ഒരു കനാലിനുള്ളിലുള്ള ഒരു തുരങ്കമാണ് ഇത്തരത്തിൽ അപകടത്തിന് ഇടയാക്കിയത്. മുൻപ് ഇതേ രീതിയിൽ തന്നെ തുരങ്കം തകർന്ന് റോഡ് ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. കാരണം പ്രത്യേകിച്ച് 6 പതിറ്റാണ്ട് മുമ്പ് ഉണ്ടാക്കിയ ഒരു തുരങ്കത്തിനുള്ളിൽ ചളി ഉൾപ്പെടെ നിറഞ്ഞിരിക്കാം, അതാകാം ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്ന് അന്ന് തന്നെ ചർച്ചാ വിഷയമായ കാര്യങ്ങളായിരുന്നു. തുടർന്നും അത്തരത്തിലുള്ള പരിശോധനകളോ കാര്യങ്ങളോ നടന്നില്ല എന്ന് തന്നെയാണ് ഇത്തരം അപകടങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ മേഖലയിൽ ഇനിയും 6ഓളം തുരങ്കങ്ങൾ ഉണ്ട് എന്നാണ് അധികൃതരിൽ നിന്ന് മനസ്സിലാകുന്നത്. അത്തരത്തിൽ അപകടങ്ങളിലേക്ക് പോവാതിരിക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുൾപ്പെടെ പറയാനുള്ളത്. സംഭവസ്ഥലത്തു നിന്നും ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം ജിസ്നേഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മടന്നൂർ.